ദരിയാണിക്ക് താഴെയുള്ള വസ്ത്രം, ദരിയാണിക്ക് താഴെയുള്ള വസ്ത്രം അത് നരകത്തിലാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നതെന്നും ഇതിലാണ് ഇസ്ലാമിന്റെ അന്തസ്സ് എന്നും ഇസ്സത്ത് എന്നും നമ്മുടെ മക്കൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ സഹോദരങ്ങളെ നമുക്കാവണം. നിങ്ങളെ കൃത്യമായ സംസ്കാരം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ. അതോടൊപ്പം മര്യാദകൾ പഠിപ്പിക്കുക, നമ്മുടെ മക്കളെ ഇസ്ലാമിക മര്യാദകൾ പഠിപ്പിക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, അൽസിമു ഔലാദക്കും, അൽസിമു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കളുമായി നിരന്തരം ബന്ധം പുലർത്തണം. അതെ, ഒരു പക്ഷേ നാട്ടിലേക്ക് പോയാൽ പോലും മക്കളുടെ കൂടെ, കുടുംബത്തിന്റെ കൂടെ കഴിയുവാൻ കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. യാത്ര തന്നെയാണ്, ശരിയാണ്, യാത്ര ചെയ്യണം. പക്ഷേ അതിനേക്കാളും പ്രാധാന്യം പ്രിയപ്പെട്ടവരെ, ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ആ മക്കളോട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതകളിൽപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ സമയം ആ മക്കളുമായി ചെലവഴിക്കുക. അതോടൊപ്പം അതവും നല്ല മര്യാദ പഠിപ്പിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയല്ലോ, ഒരു ഉപ്പാക്കൊരു ഉമ്മാക്ക് തന്റെ മകന് മകൾ നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം നല്ല മര്യാദ പഠിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് അഹ്സിനു അതവും പലപ്പോഴും പലരും മനസ്സിലാക്കിയത് മദ്രസകളിലേക്ക് വിട്ടുകഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പഠിക്കേണ്ട ഒന്നാണെന്നാണ്. അല്ല പ്രിയപ്പെട്ടവരെ, മര്യാദ പഠിപ്പിക്കേണ്ടത് വീട്ടിൽ നിന്ന് ഉമ്മയും ഉപ്പയുമാണ്. ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണം, ഏത് രൂപത്തിലൊക്കെ സംസാരിക്കണം, ഏത് രൂപത്തിലൊക്കെ പെരുമാറണമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. വെള്ള വിളിക്കണം, മോനെ വിളിക്കണം. മോനെ, നമ്മുടെ നേതാവിന്റെ വാചകം നിനക്കറിയോ? പറയാണ്, ചെറിയ മക്കളോട് കരുണ കാണിക്കാത്തവർ, വലിയവരെ ബഹുമാനിക്കാത്തവർ നമ്മിൽപ്പെട്ടവനല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് നാം ചെറുപ്പം മുതൽ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കണം. യഥാർത്ഥത്തിൽ എനിക്ക് ഈ വിഷയത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, രക്ഷിതാക്കളോട് ആവശ്യപ്പെടാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ നാം തന്നെ മാതൃകയാവണമെന്നാണ്. അഥവാ നമ്മുടെ ഉപ്പയോട്, നമ്മുടെ ഉമ്മയോട് നാം പെരുമാറുന്നത് എങ്ങനെ, അവരോടുള്ള നമ്മുടെ സംസാരം, അവരോടുള്ള നമ്മുടെ പെരുമാറ്റം, അവരോടുള്ള നമ്മുടെ നോട്ടം പോലും പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്. നാം നമ്മുടെ ഉമ്മയോട്, നാം നമ്മുടെ ഉപ്പയോട് മോശമായി പെരുമാറിയാൽ, മോശമായി സംസാരിച്ചാൽ, മോശമായി നോക്കിയാൽ യാതൊരു സംശയവും വേണ്ട, നാളെ നമ്മുടെ മക്കളും നമുക്കെതിരെ അത്തരം പ്രയോഗം നടത്തുമെന്ന കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ യാതൊരു സംശയവും വേണ്ട. നാളെ നമ്മുടെ മക്കൾ നമുക്കെതിരെ തിരിയും. ചോദിക്കാൻ നമുക്കാവോ? ഉപദേശിക്കാൻ നമുക്കാവോ? തിരിച്ചു ചോദ്യം വരില്ലേ? ഉപ്പ എങ്ങനെയാ വെല്ലിപ്പയോട് പെരുമാറിയതെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ആ വിഷയത്തിലൊക്കെ നമ്മുടെ മക്കൾക്ക് നാം മാതൃകയാവുക, വഴികാട്ടിയാവുക. അല്ലെ? ഇങ്ങനെ എല്ലാ രംഗത്തും സഹോദരങ്ങളെ നമ്മുടെ മക്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക. അതോടൊപ്പം എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, മക്കളെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ടീനേജ് പ്രായത്തിലാണ്, കൗമാരപ്രായത്തിലാണ്. അല്ലെ? ഈ സമയം നമ്മുടെ മക്കൾ ഏറ്റവും കൂടുതൽ സമയം പുറത്താണ്, വീട്ടിലല്ല. വിശദീകരിക്കേണ്ടതില്ലല്ലോ. നമ്മുടെ മക്കൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നതും പുറത്താണ്. രാവിലെ എഴുന്നേറ്റ് അവർ സ്കൂളിലേക്ക് പോകുന്നു, വൈകുന്നേരം വരെ സ്കൂളിൽ ചെലവഴിക്കുന്നു, അത് കഴിഞ്ഞ് കളിസ്ഥലത്തിൽ ചെലവഴിക്കുന്നു, കൂട്ടുകാരുടെ വീടുകളിലും കൂട്ടുകാരുമായി തിറങ്ങുവാനും ചുറ്റിയടിക്കുവാനും അവർ ഇഷ്ടപ്പെടുന്നു. വളരെ കുറച്ചു സമയം, അല്ലെ? ഭക്ഷണം കഴിക്കുവാനോ ഒരു പക്ഷേ ഒന്നുറങ്ങുവാനോ മാത്രമായിരിക്കും ഒരു പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മക്കൾ കടന്നു വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ നമുക്കാവണം. ഏറെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ടീനേജ് പ്രായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ ചെലവഴിക്കുന്നതിനേക്കാളും അവർക്കിഷ്ടം കൂട്ടുകാരോടൊപ്പം ചെലവഴിക്കാനാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഒരു മനുഷ്യൻ അതിന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. അഥവാ നമ്മുടെ മക്കളുടെ വളർച്ചയിലും ഉയർച്ചയിലും താഴ്ചയിലും അവരുടെ ഫ്രണ്ട്ഷിപ്പിന് വലിയ സ്വാധീനമുണ്ട് എന്നർത്ഥം. നമ്മുടെ മകന്റെ ഫ്രണ്ട്, നമ്മുടെ മകന്റെ കൂട്ടുകാരൻ 5 നേരം നമസ്കരിക്കുന്ന കൂട്ടുകാരനാണോ? നമ്മുടെ മകന്റെ കൂട്ടുകാരൻ അള്ളാഹുവിനെ പേടിയോ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയത്തോടുകൂടി ജീവിക്കുന്ന കൂട്ടുകാരനാണോ? പ്രിയപ്പെട്ടവരെ, നാം അറിയണം നമ്മുടെ മക്കളുടെ കൂട്ടുകാരാരാണെന്ന് നാം തിരിച്ചറിയണം. മക്കൾക്ക് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു കൊടുക്കണം. എന്താണെന്നറിയോ? ഖുർആന്റെ വാചകം അള്ളാഹു പറഞ്ഞു, മോനെ, എന്താണെന്നറിയോ? കൂട്ടുകാരിൽ അധിക പേരും അക്രമം കാണിക്കുന്നവരാണ്. നോക്കൂ നിങ്ങൾ, കൂട്ടുകാരിൽ അധിക പേരും അക്രമം കാണിക്കുന്നവരാണ്. ആരുടെ വാചകമാണ്? അള്ളാഹുവിന്റെ വാചകം, ഖുർആന്റെ വാചകം.
അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, വലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന. നീ കൂട്ടുകാരനായി സ്വീകരിക്കുന്നു സത്യവിശ്വാസിയെ അല്ലാതെ നീ കൂട്ടുകാരനായി സ്വീകരിക്കരുത്. ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ ഇന്നയാളെ ചൂണ്ടിക്കാണിക്കുമ്പോ അവനുള്ള യോഗ്യത 5 നേരം നമസ്കരിക്കുന്നവനാകണം. അതിനുള്ള യോഗ്യത അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവനാകണം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളും അതേ രൂപത്തിലായിത്തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഇങ്ങനെ മക്കളുടെ കൂട്ടുകാരാരാണെന്ന് അറിയുകയും നിരീക്ഷിക്കുകയും അവരെക്കുറിച്ച് മനസ്സിലാക്കുകയും അവരുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുക എന്നത് ഈ വിഷയത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഇന്ന് സമൂഹത്തിന്റെ പോക്ക് വല്ലാത്തൊരു അപകടത്തിലാക്കാണ് അല്ലെ? സദാചാരത്തിന്റെ എല്ലാ ദുർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ലൈംഗിക അരാജകത്വത്തിലേക്ക് നീങ്ങുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണെന്ന് നമ്മളൊക്കെ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നത് നമ്മുടെ നാട്ടിൽ കേരളക്കരയിൽ എയ്ഡ്സ് രോഗികളുടെ അവരുമായി ബന്ധപ്പെട്ടൊരു സർവേ പുറത്തു വന്നു. അതിൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ 35 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ളവരാണ് ഏറ്റവും കൂടുതലെങ്കിൽ പ്രിയപ്പെട്ടവരെ, പുരുഷന്മാരുടെ കൂട്ടത്തിൽ 15 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവരാണ് എയ്ഡ്സ് രോഗികളിൽ കൂടുതലെന്ന് കഴിഞ്ഞ ദിവസം ഒരു കണക്ക് വന്നു. ചെറുപ്പക്കാരുടെ എണ്ണം ഏതിന്റെ വിഷയത്തിൽ? നന്മയുടെ വിഷയത്തിലല്ല, ഖൈറിന്റെ വിഷയത്തിലല്ല. സമൂഹത്തെ ഏറ്റവും വലിയ ഭീതിയിലാക്കി സമൂഹത്തെ കാർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും മാരകമായൊരു രോഗം. ആ മാരകമായ രോഗത്തിന്റെ അടിമകൾ ഇന്ന് സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരാണ്. ജീവിതമെന്നാൽ സെക്സ് മാത്രമാണ് തെറ്റിദ്ധരിച്ചൊരു സമൂഹം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നാം മനസ്സിലാക്കണം, അതിനൊരു പരിധിവരെ കാരണക്കാർ നാം തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. LP ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, 2 കുട്ടികൾ തമ്മിൽ തല്ലുകൂടിയിട്ട് കുട്ടിയോട് ചോദിച്ചു, മക്കളെ തല്ലുകൂടല്ലേ എന്ന് പറഞ്ഞപ്പോ ടീച്ചറോട് മക്കൾ പറഞ്ഞ മറുപടി നിങ്ങൾക്കറിയാലോ. എന്താ ടീച്ചർ കുട്ടികൾ പറഞ്ഞ മറുപടി? ടീച്ചറെ, ഞങ്ങൾ തല്ലുകൂടല്ല, ഞങ്ങൾ കളിക്കുകയാണ്. വല്ലാത്തൊരു അത്ഭുതത്തോടുകൂടി ടീച്ചർ ചോദിച്ചതല്ല, ഇതെന്ത് കളിയാണ്? ഇതുവരെ ഞാൻ ഈ രൂപത്തിലുള്ളൊരു കളി ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ സമയത്ത് ടീച്ചറോട് കുട്ടികൾ ആ കളിയുടെ പേര് പറഞ്ഞു. ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് LP ക്ലാസ്സുകളിൽ കളിക്കുന്ന കുട്ടികൾ കളിച്ച കളി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ പല കളികളും ഒരു പക്ഷേ ഓടി വരുന്നുണ്ടാകും. എന്നാൽ ആ കുട്ടികൾ പറഞ്ഞ കളിയുടെ പേരെന്താണെന്നറിയോ? ടീച്ചറെ, ഞങ്ങൾ പീഡനം കളിക്കുകയാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ പദം? നമ്മുടെ മക്കൾക്ക് ഇത്തരത്തിലുള്ള വൃത്തികെട്ട പദങ്ങൾ, അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ LP ക്ലാസ്സിലെ കുട്ടികൾ വരെ നടത്താൻ മുതിർന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആരാണ് അതിന്റെ ഉത്തരവാദികളെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ടിവിയും അതോടൊപ്പം നമ്മളുടെ മക്കളോടുള്ള സ്നേഹം മൂലം വാങ്ങിക്കൊടുത്തിട്ടുള്ള മൊബൈൽ ഫോണുകളും, അതേപോലെ തന്നെ നമ്മളുടെ മക്കളുടെ സ്വകാര്യ റൂമിൽ നാം സ്ഥാപിച്ചു കൊടുത്തിട്ടുള്ള കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് സൗകര്യവും പ്രിയപ്പെട്ടവരെ ഒരു പരിധിവരെ ഇതിന് കാരണമാണ്. നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ ഒരുപാട് നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. നിങ്ങളുടെ കണ്ണിന്, കാതിന്, കൈകാലുകളെ എല്ലാം നിങ്ങൾ നിയന്ത്രിക്കണമെന്നാണ്. ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഏത് വീട്ടിലാണ് സിനിമ കാണാത്ത വീടുള്ളത്? സീരിയൽ കാണാത്ത, സിനിമയില്ലാത്ത വീട് ആരുടെ വീട്ടിൽ? എന്റെ വീട്ടിൽ സിനിമയില്ല, എന്റെ വീട്ടിൽ സീരിയൽ കാണാത്ത മക്കളാണ്, എന്റെ വീട്ടിൽ സിനിമ കാണാത്ത ഭാര്യയാണ് നിൽക്കുന്നത് എന്ന് പറയാൻ, അന്തസ്സോടുകൂടി പറയാൻ പ്രിയപ്പെട്ടവരെ ആർക്ക് സാധിക്കും? റിയാലിറ്റി ഷോ ഇല്ലാത്ത, അത്തരം ഇബ്ലീസിന്റെ കളികളില്ലാത്ത വീടുകളാണ് എന്റെ വീടെന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ ആർക്ക് സാധിക്കും? നമുക്കറിയാമല്ലോ, അതെല്ലാം കണ്ണിന്റെ വ്യഭിചാരമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം, അൽ ഐനാനി സിനാഹുമാ അന്നവർ, 2 കണ്ണിന്റെ വ്യഭിചാരമാകുന്ന പ്രിയപ്പെട്ടവരെ അത്തരം മോശമായ കാര്യങ്ങളിലേക്കുള്ള നോട്ടം. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അന്നവർ സഹമുൻ മസ്മൂമൻ മിൻ സിഹാബി ഇബ്ലീസ്, പിശാചിന്റെ വിഷം പുരട്ടപ്പെട്ട അമ്പുകളിൽപ്പെട്ട ഒരമ്പാകുന്നു കണ്ണിന്റെ പിഴച്ച നോട്ടം. അതുകൊണ്ട് മോനെ, നീ ഹറാമിലേക്ക് നോക്കരുത്, മോനെ നീ ഹറാമ് കാണരുത്, നിന്റെ കണ്ണുകളെ താഴ്ത്തണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്ക് സാധിക്കണം. മോനെ, നീ അല്ലാഹുവിന്റെ ആയത്ത് കേട്ടിട്ടില്ലേ? സൂറത്തുൻ നൂർ കേട്ടിട്ടില്ലേ? ആ സൂറത്തുൻ നൂറിൽ ഒരു വാചകം കേട്ടിട്ടില്ലേ? എന്താണ് ആ വാചകം?
കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ടതാ റബ്ബ് പറയുകയാണ്, പ്രവാചകരെ വിശ്വാസികളായ ആളുകളോട് പറഞ്ഞു കൊടുക്കണം, അവരുടെ കണ്ണുകളെ താഴ്ത്തുവാനും അവരുടെ ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കുവാനും വിശ്വാസികളോട് പറയണം പ്രവാചകരെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു മുസ്ലിം ഈ നിയമം പാലിക്കണം. അതുകൊണ്ട് നമ്മുടെ വീട് സിനിമ കാണാത്ത വീടായിരിക്കണം. നമ്മുടെ ഭാര്യ സിനിമ കാണാത്ത ഭാര്യ, നമ്മുടെ മക്കൾ സീരിയൽ കാണാത്ത മക്കൾ, അത്തരം പിശാചിന്റെ ഷോകൾ കാണാത്ത മക്കൾ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് എല്ലാവരും കുടുംബസമേതം ഒന്നിച്ചിരുന്ന് ടി വി കാണുകയാണ്. ഉമ്മയും മക്കളും ഭാര്യയും ഭർത്താവും എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ടി വി കാണുന്നത്. പിശാചിന്റെ കോലം കെട്ടി ആദിത്യം നിൽക്കുന്നത് കാണാൻ വല്ലാത്തൊരു ആവേശമാണെന്ന് പല വീട്ടിലെ പല ആളുകൾക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ യതസാബദു ഫിത്തരീഖി തസാബുദൽ ഹമീർ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകമാണ്. ഹത്താ യതസാബദു ഏതുവരെ എന്നറിയോ? ഹത്താ യതസാബദു ഫിത്തരീഖി തസാബുദൽ ഹമീർ. കവിതകൾ ഇണചേരും പോലെ വഴിയിൽ വെച്ച് മനുഷ്യന്മാർ ഇണചേരുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായത്തിൽ കടന്നു വരുന്നതുവരെ ഖിയാമത്തിനാൾ സംഭവിക്കുകയേ ഇല്ല. എന്താ റസൂൽ പറഞ്ഞത്? മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എവിടെ വെച്ചും ആരുമായും ഏത് രൂപത്തിലും അവർക്ക് ഇണചേരാം. അവർക്ക് മറ വേണ്ട. അവർക്ക് ആരുമായിട്ടാണ് ഏത് രൂപത്തിലാണെന്ന് അവർക്ക് നോക്കണ്ട. അങ്ങനെ അത്തരം ലജ്ജയില്ലാത്ത പ്രവർത്തനങ്ങൾ മനുഷ്യ സമുദായത്തിൽ നടത്തുന്ന, എന്റെ ഉമ്മത്തിൽ നടത്തുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന് വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അവർ ചോദിക്കുകയാണെന്ന്, ദാലിക ലക യാ റസൂലല്ലാഹ്, അങ്ങനെ സംഭവിക്കോ റസൂലേ? അങ്ങനെ സംഭവിക്കോ? കഴുതകളെന്ന ചേരും പോലെ ലജ്ജയില്ലാതെ വഴിയിൽ വെച്ച് പരസ്യമായി മനുഷ്യന്മാരെന്ന ചേരുന്ന ഒരു കാലഘട്ടം സമുദായത്തിൽ കടന്നു വരുമോ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ റസൂലുള്ളാഹിന്റെ മറുപടി കേൾക്കണം, നഅം ലയകൂനന്ന. അതെ, അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും. സംഭവിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? ഒരു ഭാര്യക്കും ഭർത്താവിനും മാത്രം അവകാശപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ പലതും അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്യമായി ക്യാമറയ്ക്ക് മുമ്പിൽ മിനി സ്ക്രീനിൽ ആടിത്തിമർക്കുന്ന പ്രിയപ്പെട്ടവരെ സംഭവിച്ചില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നാം കൂട്ടുകൂടിക്കൂടാ. നമ്മുടെ മക്കൾ സാക്ഷിയായിക്കൂടാ. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അതിനുവേണ്ടി പണം നൽകുകയും അതിനുവേണ്ടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും രക്ഷിതാക്കളെ, നിങ്ങളൊന്ന് ആലോചിക്ക്, എവിടേക്കാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊണ്ടുപോകുന്നത്? അല്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ ചില നിയമങ്ങൾ, ഒരു വീട്ടിൽ പാലിക്കപ്പെടേണ്ട ചില നിയമങ്ങൾ പറഞ്ഞു. അക്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ഞാനും എന്റെ ഭാര്യയും തനിച്ചു കഴിയുന്ന റൂമിലേക്ക് എന്റെ മകൾക്ക് കടന്നു വരണമെങ്കിൽ, പ്രായപൂർത്തിയായ എന്റെ മകൾക്ക് എന്റെ മകന് കടന്നു വരണമെങ്കിൽ പ്രത്യേകമായ പെർമിഷൻ, സ്പെഷ്യൽ പെർമിഷൻ വാങ്ങേണ്ട 3 സന്ദർഭങ്ങളുണ്ട്. ഒരു ഉമ്മയുടെ റൂമിലേക്ക് സ്വന്തം രക്തത്തിൽ പിറന്ന മകൾ അല്ലെങ്കിൽ മകൻ, പ്രായപൂർത്തിയായ മക്കൾക്ക് കടന്നു വരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ 3 സമയങ്ങളിൽ പ്രത്യേകമായ അനുവാദം വേണം. ഏതാണെന്നറിയ ആ 3 സന്ദർഭം? വിശുദ്ധ ഖുർആൻ പറയുകയാണ്, മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ, ഫജ്ർ നമസ്കാരത്തിന് മുമ്പ്, വഹീന തലൗന സിയാദകും, ഉച്ചയിറക്കത്തിന്റെ സമയത്തും, വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, ഇശാ നമസ്കാരത്തിന്റെ ശേഷവും, സലാസ് ഔറാത്തിൽ ലക്കും, ഈ 3 സമയങ്ങളും മറച്ചു വെക്കേണ്ട പല ഭാഗങ്ങളും വെളിപ്പെടാൻ സാധ്യതയുള്ള സമയങ്ങളാകുന്നു. നഗ്നത വെളിപ്പെടുന്ന സമയമാകുന്നു. അതിന് നമ്മുടെ മക്കൾ സാക്ഷിയായിക്കൂടാ. ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. കുട്ടികളെ നിയന്ത്രിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഏത് വീട്ടിലായി ഇത്തരം നിർദ്ദേശങ്ങളും നിയമങ്ങളും ഇന്നാരാണ് പാലിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. അതെ, ഇന്ന് ഇന്റർനെറ്റ് സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചു കഴിഞ്ഞു. ശരിയാണ്, ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് നന്മകൾ അതിന് പുറകിലുണ്ടെങ്കിലും
ശ്രദ്ധിച്ചില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ നന്മകളേക്കാൾ വലിയ അപകടം ഇത്തരം സൗകര്യങ്ങൾ വിളിച്ചു വരുത്തുമെന്ന കാര്യം നാം തിരിച്ചറിയണം. മക്കളുടെ സ്വകാര്യ റൂമിൽ ഇന്റർനെറ്റും അതേപോലെയുള്ള സൗകര്യങ്ങളും സ്ഥാപിച്ചു കൊടുക്കുമ്പോ നമ്മുടെ മക്കൾ എന്ത് കാണുന്നു, നമ്മുടെ മക്കൾ എന്ത് കേൾക്കുന്നു, നമ്മുടെ മക്കൾ എന്തറിയുന്നു, ഏതൊക്കെ സൈറ്റിലേക്ക് പോകുന്നു എന്ന് അന്വേഷിക്കാൻ പ്രിയപ്പെട്ടവരെ, തീർച്ചയായും ഒരു രക്ഷിതാവെന്ന നിലയിൽ നമുക്ക് ബാധ്യതയുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാനൊന്നും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാൻ